ഹേ ഗായ്സ്, നമുക്കെന്നൊരു വെഡ്ഡിങ് മേക്കപ്പ് ലുക്ക് ചെയ്യാം. വെഡ്ഡിങ്ങിന് പോകാനായിട്ടാണ് കേട്ടോ. വീട്ടിലുള്ള ഫംഗ്ഷനാണ്. രാവിലെ 5:30 ആയ ടൈമിലാണ് കേട്ടോ റെഡിയാകുന്നത്. എല്ലാവർക്കും ക്ഷീണമുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാട്ടോ. സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കൊടുക്കണം. ഫൗണ്ടേഷൻ ഇട്ട് എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡറൊന്നും കാണാനില്ലല്ലോ, അതുകൊണ്ട് കൈകൊണ്ട് തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഐബ്രോ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് ഐബ്രോ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 2 ഐബ്രോസ് നന്നായിട്ട് കോംബ് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. 2 ഐബ്രോസ് നല്ല അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാനൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഫിനിഷിങ് വരാനായിട്ടോ വീണ്ടും കോംബ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് 2 പിരികവും നമ്മൾ നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. കോംബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിരികം ഒന്ന് കട്ടി കൂടി കാണിക്കാനാണ് കേട്ടോ. ഇനിയിപ്പോൾ പിരികം ഫങ്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ പിരികം ഒന്ന് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ചുകൂടി ഭംഗിയുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്തറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഐബ്രോ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൺസീലർ ഇടുകയാണ്. കണ്ണിന് താഴെ മുകളിലും നമ്മുടെ ഡാർക്കായിട്ടുള്ള ഏരിയയിലെല്ലാം നമ്മൾ കൺസീലർ ഇടണം. ഞാൻ ഇപ്പോൾ കണ്ണിന് ചുറ്റും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ പിരികത്തിൻ്റെ താഴെയായിട്ടും കൺസീലർ ഇട്ടതിന് ശേഷം കൈകൊണ്ട് തന്നെ, എൻ്റെ ബ്ലെൻഡറൊന്നും കാണാനില്ല, അതുകൊണ്ട് തന്നെ കൈകൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള ഐ ഷാഡോ എടുക്കുകയാണ്. എന്നിട്ട് 2 കണ്ണിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ണിന് താഴെയും കൂടി ചെറുതായിട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മളൊരു ഡാർക്ക് ബ്രൗൺ കളറിൽ വരുന്ന ഒരു ഐ ഷാഡോ ഷെയ്ഡും കൂടെ എടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് 2 കണ്ണിലും അത് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു ഷെയ്ഡ് തന്നെയാണ് കണ്ണിൻ്റെ താഴെയും ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു കണ്ണിനൊരു ഫിനിഷ് കിട്ടാനാണ് നമ്മൾ ചെയ്യുന്നത്. സ്മോക്ക് ചെയ്തതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വീണ്ടും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വെഡ്ഡിങ് മേക്കപ്പ് അല്ലേ, അപ്പം കുറച്ചുകൂടി ഒന്ന് കണ്ണ് ബോൾഡായി നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ അത് ചെയ്യണത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ബ്ലാക്ക് കളർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് ബ്രഷ് വെച്ച് വരച്ച് കൊടുക്കുകയാണ്. കണ്ണിൻ്റെ ഒരു കോർണറിൽ നിന്നും നമ്മൾ പതിയെ ബ്രഷ് കൊണ്ട് ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. എന്നാൽ വരച്ചതുപോലെയാണെന്ന് ചോദിച്ചാൽ വരച്ചതുപോലെയല്ല, ഒന്ന് കുറച്ച് സ്മഡ്ജായിട്ട് ഉള്ള രീതിയിലാട്ടോ വരണം. ബ്രഷ് ഇട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്, കുറച്ച് വലിയ ബ്രഷ് ഇട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒരു കോർണറിൽ നിന്ന് വരയ്ക്കുന്നുണ്ട്. നല്ല ശ്രദ്ധിച്ച് വരയ്ക്കുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് സ്മോക്ക് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഞാൻ ഈ ഐലാഷസിനോട് ചേർന്ന് എന്നാൽ കുറച്ച് സ്മഡ്ജി ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ വരച്ചെടുക്കുന്നത്. അങ്ങനെ 2 കണ്ണിലും അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. 2 കണ്ണിലും അത്യാവശ്യം ഒരേപോലെ തന്നെ വരയ്ക്കണം. സ്മോക്കിക്ക് ഒരേപോലെ വരയ്ക്കണമെന്നൊന്നുമില്ല, പക്ഷേ ഞാൻ ഒരേപോലെ ഒന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ലാഷസിൻ്റെ അടുപ്പിച്ച് തന്നെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഗ്യാപ്പ് വരുമ്പോൾ അത് നന്നായിട്ട് എടുത്തറിയിക്കും കേട്ടോ. അതിനെ നമ്മൾ വാട്ടർ ലൈനിൻ്റെ താഴത്തെ കൺപീലിയിലെ താഴെയും കൂടി ചെറുതായിട്ടൊന്ന് നമ്മൾ ആ ബ്രഷ് ഇട്ടിട്ട് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുകയാണ്. വാട്ടർ പ്രൂഫിൻ്റെ ഒരു ഐലൈനർ എടുത്തിട്ടുണ്ട്. കാരണം ഇത് നമുക്കൊരു വൈകിട്ട് വരെയൊക്കെ ഈ മേക്കപ്പ് നിൽക്കണം. അപ്പം വാട്ടർ പ്രൂഫിൻ്റെ ഒരു ഐലൈനറും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കൺപീലിയുടെ ഐലാഷസിൻ്റെ അടുത്ത് കൂടെ തന്നെ ഞാൻ മുകളിൽ കൂടി പതിയെ വരച്ചുകൊണ്ട് പോവാണ്. എന്നാൽ അറിയുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ 2 കണ്ണിൻ്റെയും രണ്ട് കോർണറിൽ നിന്ന് നന്നായിട്ട് വരച്ച് ആ നന്നായിട്ടൊരു കണ്ണെടുത്ത് അറിയിക്കുന്ന രീതിയിൽ ഞാൻ വരച്ചു കൊടുക്കുകയാണ്. 2 കണ്ണും അങ്ങനെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. കാരണം കണ്ണൊന്ന് പെട്ടെന്ന് എടുത്ത് നിൽക്കാനും ആ സ്മോക്കി ഒന്ന് കറക്റ്റായിട്ട് വരാനും കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യണത്. എല്ലാവരും ചെയ്യുമെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. പക്ഷേ കോർണർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അടിപൊളിയായിരിക്കും കാണാനായിട്ട്. ലുക്കൊന്ന് നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പം ഞാൻ ഐലൈനർ വെച്ച് 2 കണ്ണിൻ്റെയും കോർണറെല്ലാം ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഫിനിഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ ഇതിനൊന്ന് ഡ്രൈ ആവാൻ വേണം. ഇല്ലെങ്കിൽ നമ്മൾ സ്മജ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യാനാണ്, ഇതെല്ലാം കൂടി കോർണറൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്നതെല്ലാം സ്മഡ്ജായി കാണാനൊരു ഭംഗിയില്ലാത്ത രീതിയിലായി പോകും. അതുകൊണ്ട് 5 മിനിറ്റ് എന്ത് ചെയ്യാൻ ഡ്രൈ ചെയ്യാൻ വിടുക. അതിനുശേഷം ആ ഒരു ടൈമിന് നമുക്ക് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ഇടാം കേട്ടോ. അപ്പം ബ്ലഷിന് പകരം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നോസിലും 2 ചീക്കിലും ഒക്കെ ആയിട്ട് ഞാനൊന്ന്
അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അത്യാവശ്യം കുറച്ച് രീതിയിലേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം ഇതൊരു എനിക്ക് ഇതിൽ ഓവറായിട്ട് ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ നിറച്ച് നിൽക്കുക. ആ ഒരു ഡ്രസ്സിൻ്റെ കളർ അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചുള്ള രീതിയിൽ ഇടുന്നുള്ളൂ ബ്ലഷ്. അപ്പം അതിട്ട് കൊടുക്കുന്നത് ബ്ലഷ് അല്ല കേട്ടോ, ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് കേട്ടോ. അടുത്തതായി ഞാൻ എടുക്കുന്നത് കാജലാണ്. കാജൽ നമ്മൾ ഏത് ബ്രാൻഡിന് വേണോ എടുക്കാം. കാജൽ എടുത്തതിന് ശേഷം കണ്ണിൻ്റെ വാട്ടർ ലൈന്, താഴത്തെ മുകളിലത്തെ വാട്ടർ ലൈന് നന്നായിട്ട് വരച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് നല്ല നല്ല ബോൾഡായിട്ട് വരച്ചു കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് സ്മഡ്ജ് ചെയ്ത് കുറച്ചുകൂടി ആയിട്ട് എടുക്കാനുള്ളത്. ഒരു സ്മോക്കി എഫക്റ്റ് കൊടുക്കാനായിട്ട് കാജലിന് പറ്റും കേട്ടോ. നമ്മൾ ഈ കണ്ണിൽ എഴുതുമ്പോഴത്തേക്ക് കുറച്ച് പുറത്തോട്ട് വരും. അതിനൊന്ന് സ്മഡ്ജ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ സ്മോക്കി നന്നായിട്ട് കിട്ടുക കേട്ടോ. അപ്പം നല്ല മുകളിലും താഴെയായിട്ട് നന്നായിട്ട് തന്നെ വരച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ വാട്ടർ ലൈന് നന്നായിട്ട് വരച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരച്ചു കൊടുക്കണം. അപ്പോൾ ആ കണ്ണൊന്ന് എടുത്ത് അറിയിക്കും കേട്ടോ, നന്നായിട്ട് നമ്മൾ ഈ കാജലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പം. അപ്പം അത് ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കാജൽ യൂസ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബ്രഷ് യൂസ് ചെയ്ത് ഒരു കൈ വെച്ചോ എന്ത് ചെയ്യാൻ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഞമ്പിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. സ്മഡ്ജ് ചെയ്ത് കൊടുത്തതിന് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കണ്ണ് താഴെയും മുകളിലായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് തന്നെ നല്ലൊരു കണ്ണ് നല്ല രീതിയിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് അതിന് ശേഷം നമുക്ക് ഹൈലൈറ്റർ ഇടാം. നമ്മൾ ഹൈലൈറ്റർ ഞാൻ ബ്രഷ് വെച്ച് തന്നെയാണ് ഇടുന്നത്. അപ്പം നോസിലും 2 ചീക്കിലുമായിട്ട് ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഫേസിൽ ഹൈലൈറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഹൈലൈറ്റ് ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയാനായിട്ട് ബോൺസ്, ഫേസിലെ ബോൺസിലെ അടുത്ത നെക്കിലെ ബോൺസ് അതെല്ലാം നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. അതൊന്ന് ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ന്യൂഡ് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്ക് എടുക്കുകയാണ്. അതൊന്ന് ചുണ്ടിൽ അപ്ലൈ ചെയ്യുകയാണ്. കാരണം കുറച്ചൊന്ന് നമ്മൾ ചുണ്ടൊന്ന് ഷേപ്പിൽ വരച്ച് ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ന്യൂഡ് ഷെയ്ഡ് ഇടുന്നത്. ന്യൂഡ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുണ്ടുണ്ടെന്ന് തോന്നില്ല, ആ ഒരു ഷെയ്ഡാണ് ഇടുന്നത് കേട്ടോ. അതിട്ട് കൊടുക്കുകയാണ്. അതിട്ട് കൊടുത്തതിന് ശേഷം ഒരു പിങ്ക് ടൈപ്പ് കളർ വരുന്ന ഒരു ലിപ്പ് ഷെയ്ഡും കൂടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ പുറത്തുകൂടെ വേറെ ഷെയ്ഡും കൂടി ഇട്ട് കൊടുത്ത് ഞാനൊരു ഡാർക്ക് ഷെയ്ഡാക്കി എടുത്തിട്ടുണ്ട് ലിപ്പ്. അപ്പം ഇതാണ് ഫേസിലും ഓൾ ലുക്കായിട്ടുണ്ട്. ഇതാണ് എൻ്റെ മേക്കപ്പൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഞാൻ സാരിയാണ് കേട്ടോ കൊടുക്കുന്നത്. ജോർജറ്റ് ബനാറസി സിൽക്കിൽ വരുന്ന ഈ ഒരു മെറൂൺ കളർ സാരിയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ സാരിയെ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 1 പ്ലേറ്റാണ് കേട്ടോ ഇടുന്നത്. അപ്പം അതിന് ശേഷം നമുക്ക് ഹെയർ കെട്ടാം. ഹെയർ ഞാൻ എപ്പോഴും കെട്ടുന്ന പോലെ ഒരു നോർമലായിട്ട് കിട്ടുന്നുള്ളൂ. കാരണം ഒട്ടും ടൈമൊക്കെ ഒരുപാട് പോയി കേട്ടോ. അപ്പം സൈഡ് പാർട്ടീഷൻ എടുത്തതിന് ശേഷം ഫ്രണ്ടിൽ നിന്ന് കുറച്ചെടുത്ത് മുകളിൽ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുന്നുണ്ട് സൈഡിലായിട്ട്. അതിനുശേഷം 2 സൈഡിൽ നിന്ന് എടുത്ത് ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് മുടി ഇടുന്നുണ്ട്. പൂവൊക്കെ വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ അത് വെച്ചിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഹെയർ സ്റ്റൈൽ അത്രയേ ഉള്ളൂ. തൽക്കാലം ഞാൻ ഓർഡർ ചെയ്യുന്നൊരു പൂ എടുത്ത് വെച്ചിട്ടുണ്ട് തലയിൽ. അപ്പം അതിനുശേഷം നമ്മൾ കമ്മലിടാൻ പോകുന്നത് അത്യാവശ്യം ഇച്ചിരി ഹെവി ആയിട്ടുള്ള കമ്മലാണ്. അപ്പം കുറേ നേരം ഇട്ട് നിൽക്കാനുള്ളത് കൊണ്ട് ഞാൻ ഒരു ബാൻഡ് എടുത്തിട്ടുണ്ട്, നമ്മൾ ഈ മുറിവിലൊക്കെ വയ്ക്കുന്ന. അതിനുശേഷം അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് ഓരോ സൈഡ് ഓരോ ചെവിയിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തതിന് ശേഷം കമ്മലിട്ട് കൊടുക്കുകയാണ്. കമ്മലിട്ട് കൊടുത്തതിന് ശേഷം സാരിയുടെ കളർ വരുന്നതിൻ്റെ കുപ്പിവള, മെറൂൺ കളർ കുപ്പിവള 2 കയ്യിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പൊട്ടും കൂടെ വെച്ച് കൊടുത്ത് കയ്യിലിടാനുള്ള റിങ്ങൊക്കെ ഇട്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.